സ്റ്റോറിങ് എനേബിൾ ആണ്. ഓക്കെ ഫൈൻ. ഓക്കെ, നമ്മുടെ ജിറയിൽ ഇപ്പൊ നിങ്ങൾക്കൊരു ഒരു വർക്ക് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു സ്റ്റോറിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഇത് ബാക്ക്ലോഗ്. ഓക്കെ, നമുക്ക് ബാക്ക്ലോഗിലാണ് നമ്മൾ ചിന്തിക്കുന്നതും ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക ബാക്ക്ലോഗിലാണ്. ഓക്കെ, എന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെ വെച്ചാല് ക്രിയേറ്റ് ഇഷ്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ബാക്ക്ലോഗിൽ എനിക്ക് ക്രിയേറ്റ് ഇഷ്യൂ കാണുന്നില്ല. ഇപ്പോ സ്പ്രിന്റ് 6 പിന്നെ ഞാൻ ലാപ്പിലെടുത്തു. ഇതില് ക്രിയേറ്റ് ഇഷ്യൂ എന്നുള്ളത് എവിടെ വരുന്നത്? ഇവിടെ കണ്ടില്ലേ ക്രിയേറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട്? താഴത്ത് കണ്ടു. ഓക്കെ ഫൈൻ. അതില് ക്ലിക്ക് ചെയ്യുക. അതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ടൈപ്പ് ബഗ് ആണോ സ്റ്റോറി ആണോ നോക്കണ്ടാവും. 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടാസ്ക് ഉണ്ട്, പിന്നെ ബഗ് ഉണ്ട്, സ്റ്റോറി ഉണ്ട്. അപ്പൊ ബൈ ഡിഫോൾട്ട് ടാസ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റോറി അതായത് എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ ചെയ്ത് കിട്ടണം അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ടെക്നിക്കൽ വശവും ഇതിന്റെ ആപ്പ് സൈഡും ബാക്ക് എൻഡും അഡിൻ പാനലൊന്നും അറിയണ്ടാവില്ല മേ ബി. അതുപോലെ ഇങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ, അങ്ങനെ സ്റ്റോറി ഇപ്പൊ സപ്പോസ് ഒരു അപ്ഡേറ്റ് എന്തായിരുന്നു, നമുക്ക് ഡെലിവറി ആപ്പ് നമുക്ക് നോട്ടിഫിക്കേഷന്റെ കേസും ഡെലിവറി ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നമ്മളുടെ ഇപ്പൊ ഉള്ളതിൽ എന്തൊക്കെയോ ബഗ്ഗുകൾ ഉണ്ടല്ലോ അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ഫ്ലോയിലുള്ള ഡെലിവറി ആപ്പ് അതുപോലെ തന്നെ റെസ്റ്റോറന്റ് ആപ്പ് ഇത് രണ്ടാണ്. ഇതിൽ 3 കാര്യമാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഡെലിവറി ആപ്പിന്റെ നോട്ടിഫിക്കേഷന്റെ ഭാഗം ഒന്ന് ഇംപ്രൂവ് ചെയ്യാനുണ്ട്, പിന്നെ അതിലെ എക്സിസ്റ്റിംഗ് ബഗ് ഒന്ന് സോൾവ് ചെയ്യാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡെലിവറി ആപ്പിൽ കുറച്ച് അഡീഷണൽ ചേഞ്ചസ് എന്തോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതെ, ആ കാര്യങ്ങളും ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ സപ്പോസ് ഞാൻ ഇതിൽ ആ ബഗിന്റെ ഒരു സ്പ്രിന്റിന്റെ ഒരു ടിക്കറ്റ് ആഡ് ചെയ്യാണ്. അപ്പൊ സ്റ്റോറി സ്റ്റോറി അതെ ക്ലിയർ ഡെലിവറി ആപ്പ് ജസ്റ്റ് സ്റ്റോറി നിങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിടുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഒരു മേജർ സ്പ്രിന്റിലേക്ക് വരുന്ന ഒരു സ്റ്റോറി. ഓക്കെ, ഈ സ്റ്റോറിന്റെ അണ്ടറിലാണ് ഓരോ ടിക്കറ്റ് ആയിട്ട് ബഗുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത് ലോഡ് ആയിട്ടില്ലല്ലോ ഇപ്പൊ. എങ്ങനെ ഇതിലേക്ക് ആക്സസ് കേറിയിട്ടുണ്ടായിരുന്നു? എനിക്ക് ആക്സസ് കിട്ടിയിട്ടില്ലേ. എനിക്ക് FDR 24 വരെയാണ് കിടക്കുന്നത്. ആപ്പ് ബ്രൗസർ റീലോഡ് ചെയ്തിട്ട് 2 പ്രാവശ്യം ചെയ്തു. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യോ? സ്ക്രീൻ ഷെയറിങ് എങ്ങനെ കൊടുക്കുക? ഞാന് മറ്റേ ഗൂഗിൾ മീറ്റ് കയറിയിട്ടുള്ളത് വേറെ ആപ്പിലും പിന്നെ ഇത് നോക്കുന്നത് വേറെ ആപ്പിലുമാണ്. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ വീഡിയോ കാണിച്ചതാ. അതായാലും മതി. ഇതിന്റെ ക്യാമറ ഇതാ. ഓക്കെ, ഇത് ഈ സൈഡിലേക്കൊന്ന് നീക്കുക. ഈ സൈഡിലോട്ട്. ഓക്കെ, അതില് ബാക്ക്ലോഗിലാണ് ഇപ്പൊ നമ്മള് നിക്കുന്നത്. ഇതില് ഇവിടെ തന്നെയാണ് ഇപ്പൊ ഞാനും നിക്കണത്. ഓക്കെ, മറ്റേ സ്റ്റോറി ക്രിയേറ്റ് ആയിട്ടില്ല. എക്സ്പാൻഡ് ചെയ്തിട്ടില്ലെന്നുള്ളൂ. താഴെ കണ്ടോ ഒരു ബാക്ക്ലോഗ് എഴുതി 2 ഇഷ്യൂസ്. മറ്റേത് റൺ ചെയ്യുന്ന സ്പ്രിന്റ് ആണ്. ഇനിഷ്യലി എല്ലാം ഇവിടെ ഉണ്ടാവുക. പിന്നെ നമ്മള് ഒരു ടാർഗറ്റ് ഇട്ടിട്ട് ഒരു സ്പ്രിന്റില് ആ ടാർഗറ്റിക്ക് കുറച്ച് ബാക്ക്ലോഗ് കുറച്ച് സാധനങ്ങളിലേക്ക് കയറ്റിയിട്ട് അത് റൺ ചെയ്യുക ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. ആഡ് ചെയ്യുമ്പോ നമ്മളെ എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ ഒരു കൊളാവും. അതാണ് നമ്മള്
കറക്റ്റ് ഓരോന്ന് 1 by 1 ആയിട്ട് ഓരോ സെക്ഷൻ ആയിട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോ ഇനി ഞാൻ പ്രസന്റ് ചെയ്യാം. ഓക്കെ, കാണുന്നില്ലേ? ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിലിപ്പോ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് ബഗ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ സപ്പോസ് എന്തെങ്കിലും അറിയുന്ന ഒരു ബഗ് ഉണ്ടോ? ഇപ്പോ നിലവിൽ അറിയുന്നൊരു ബഗ് ആപ്ലിക്കേഷനിലെ നമുക്ക് എപ്പോഴും കാണില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഇപ്പൊ നിലവിലുള്ള ലൊക്കേഷൻസ് ഉണ്ടല്ലോ അതിങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ക്രാഷ് ആയി പോകും. പിന്നെ അതേപോലെ സെർച്ചിൽ നമുക്ക് ബഗ് ഉണ്ട്, അങ്ങനത്തെ യൂസർ ആപ്പ് അല്ല ഡെലിവറി ആപ്പാണ്. ഡെലിവറി ആപ്പില് എനിക്ക് അത് കംപ്ലീറ്റ്ലി നമ്മളിപ്പോ ആ വെബ്സൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സൈറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അത് നിലവിലുള്ള ആപ്ലിക്കേഷനിൽ ഒരുപാട് ബഗ് ഉണ്ട്. അവര് അഡ്മിൻ പാനൽ ത്രൂ ആണ് മാനേജ് ചെയ്യുന്നത്. അവര് യൂസർ ആപ്പ് ഡെലിവറി ബോയ്സിന്റെ ആപ്പിന് നമ്മള് ഡെലിവറി അതേപോലത്തെ ഡെലിവറി ആപ്പിന്റെ സെയിം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരുന്നു അജ്മില്. ആ വെബ്സൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിനകത്ത് ഒരുപാട് ബഗ്ഗുകൾ മറ്റേ നിലവിലുള്ള പ്ലേ സ്റ്റോറിലുള്ള ആപ്പിൽ ഒരുപാട് ബഗ്ഗുകൾ ഉണ്ട്. സപ്പോസ് ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം. എന്താ വെച്ചാല് ഒരു സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്ന ഇത്, കാരണം ഈ ബഗ് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കും അധികം വരുന്നുണ്ടാവും. കുറച്ചു കാലം മുന്നേ നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടും ഒക്കെയാണ് ചെയ്തു തരാറ്. ഇനി അത് കംപ്ലീറ്റ്ലി ജിറയിലേക്ക് ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, കാരണം നമ്മൾ ഫ്രീ ആവുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് എടുത്ത് ഇങ്ങനെ പിക്കപ്പ് ചെയ്ത് അങ്ങനെ പൊക്കോളും. ഓക്കെ, നിങ്ങളെപ്പോഴും ഇതില് ടാസ്ക് ഫില്ല് ചെയ്ത് ഇങ്ങനെ ഇട്ടാ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സപ്പോസ് ഒരു സാമ്പിൾ ബഗ് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കാം. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിൾ ബഗ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത്, കണ്ടിട്ട് എന്താണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഓക്കെ, പിന്നീട് നമ്മളത് എക്സിസ്റ്റിംഗ് ബഗ് ഉണ്ട്. ഫോർഗോട്ട് പാസ്വേഡ് വട്ടം മാർക്ക് ചെയ്യുന്നില്ല. ഫോർഗോട്ട് പാസ്വേഡ് ഡെലിവറി ആപ്പിലാണോ? ഡെലിവറി ആപ്പില് അത് അങ്ങനെ എന്ത് ചെയ്യാ, DA എന്നിട്ട് നമ്മൾ ഡെലിവറി ആപ്പിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് DA എന്ന് കൊടുക്കുന്നത്. ഓക്കെ, DA എന്നിട്ട് ഒരു കോളൻ ഇടുക. കാരണം ഇത് നമുക്ക് നിങ്ങൾക്ക് തന്നെ ഫ്യൂച്ചറിൽ ഫിൽട്ടർ ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. DA കോളൻ, സ്പേസ് ഒന്നും ഇടരുത്, DA കോളൻ എന്നിട്ട് സ്പേസ് ഇടുക, എന്നിട്ട് ഫോർഗോട്ട് ബട്ടൺ നോട്ട് വർക്കിംഗ് അല്ലേ? അതെ, അത് iOS-ലാണ് നോക്കുന്നത്, അതിൽ കണ്ടിട്ടില്ല. അറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ iOS-ലാണ് കണ്ടിരിക്കുന്നത്. ഇപ്പൊ സാല് പറഞ്ഞ അതേ സിനാരിയോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ iOS ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക, ആൻഡ്രോയിഡ് മേ ബി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഇൻഫർമേഷൻ അവിടെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാല് ഇതവിടെ ക്രിയേറ്റ് ചെയ്ത് കടന്നോളും. ഓക്കെ, പിന്നെ അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അതെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും, ഇമേജസ് അറ്റാച്ച് ചെയ്യാൻ പറ്റും, വീഡിയോ അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ട ഓർഡർ ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ കൊടുത്തിട്ടാ മതി. അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? അതെങ്ങനെ നിങ്ങൾക്ക് ആ ബഗ് എങ്ങനെ കണ്ടെടുക്കാന്നുള്ളത്. അപ്പൊ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം എന്തെങ്കിലും കീപ്പ് ചെയ്താൽ മതി. മറ്റേ ഓഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ? അതും പറ്റും, പക്ഷെ ബെറ്റർ നമുക്കിത് പെട്ടെന്നൊരു വർക്ക് എടുത്ത് ചെയ്യാൻ നല്ലത് ടെക്സ്റ്റ് ആണ്. അതിനനുസരിച്ചുള്ള ഓഡിയോ വേണമെങ്കിൽ വാട്സാപ്പിൽ ഇട്ടാൽ മതി. ഇതിൽ ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ കേട്ടു കേട്ടില്ല എന്നുള്ള ഡൗട്ട് വരും. ബെറ്റർ നമുക്ക് ഇത് ടെക്സ്റ്റ് ആയിട്ട് കിട്ടുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഓഡിയോ ഇടുക. ഓക്കെ,
ഓക്കെ. ബോഡി നമ്മൾ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുമ്പോഴും അതിനും ടൈം അധികം എടുക്കും കമ്പാരിറ്റീവ്ലി. പിന്നെ നമുക്ക് ഒരു തീരെ ക്ലാരിറ്റി കിട്ടാതുമ്പോ നമ്മൾ ചോദിക്കും ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ റെസ്പോൺസ് മാത്രം ഓടിയിട്ട് കിട്ടിയാൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ ഈ കമന്റ്സ് മാക്സിമം റീയൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ഓരോരുത്തരെ മെൻഷൻ ചെയ്യാൻ പറ്റും. അറ്റിട്ട് കഴിഞ്ഞാല് ഇതിലുള്ള ആളുകളാണ് ഇതൊക്കെ. ഇപ്പോ അർഷദിന്റെ മെയിൽ എന്താണ്? എന്റെ മെയില് ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്ത മെയിലാണോ വേണ്ടത്? ഞാൻ ഫുഡ് ഓർ ഇന്ത്യയിലാണ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോ ഫുഡ് ഓർ അഡ്മിൻ ആയിരിക്കും. അതെ. ഓക്കെ. അപ്പൊ ഇങ്ങനെ നിങ്ങളെല്ലാരും ഒരു അക്കൗണ്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഞാൻ ഇവിടുന്ന് അല്ല, ഇനിയിപ്പോ നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ചിലപ്പോ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് ആക്ച്വലി. 10 പേർക്ക് ഇത് ഫ്രീ ഉള്ളൂ. ഓക്കെ. അത്ര പേരെ ഉണ്ടാവുള്ളൂ, അതിന് പേര് അത്രയൊന്നും ഉണ്ടാവില്ല ഒരിക്കലും. ഓക്കെ. അപ്പോ ഇതിൽ വർക്ക് ചെയ്യുന്നവര് മാത്രം മെയിൻ ആയിട്ട് ഓരോന്നും ഉണ്ടാക്കിയാൽ മതി എന്നാണ്. കുഴപ്പമില്ല. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൽ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ മാത്രമേ പ്രശ്നമാവുള്ളൂ. അല്ലാത്ത സമയത്ത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. ആക്റ്റീവായിട്ട് 10 യൂസേഴ്സേ പറ്റുള്ളൂ എന്നുള്ളൂ. അപ്പോ ഇതിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇതിന്റെ പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ സാലി ഇത് ഡെവലപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ ക്രെഡൻഷ്യൽ നിങ്ങൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ സാലി എന്ത് ചെയ്യും? ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു? ലോഗിൻ ചെയ്തിടും, കമന്റ് ചെയ്തിടും. അപ്പൊ ഇത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ഇൻ കേസ് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് വാട്സാപ്പിൽ ഒന്ന് നോട്ടിഫൈ ചെയ്യാം. ഇതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്, ക്രെഡൻഷ്യൽ ടിക്കറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം പറയാൻ ശ്രമിക്കുക. അപ്പൊ ഒരു നോട്ടിഫിക്കേഷൻ വന്നോ മെയിൽ വഴി? ഓൾറെഡി അതോ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ ജാസർ, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് അതിന്റെ ആപ്പ് ഫോണിൽ കയറ്റി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി അവർക്ക്. ആപ്പും കയറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ. മെയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആപ്പ് അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല. കാരണം ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. നോട്ടിഫിക്കേഷൻ കുറച്ചും കൂടി ട്രിഗർ ആവും. ഇതെന്താന്ന് വെച്ചാൽ കുറെ ഇങ്ങനെ ഗ്രൂപ്പും കുറെ ഇതായാല് കോൺഫ്ലിക്റ്റ് ആണ് നല്ല ചാൻസ്. ഇതൊക്കെയാണ് ഫൈനാണ്, നമുക്ക് മനസ്സിലായി. അപ്പോ ഇങ്ങനെയാണ് നമ്മളിത് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിലൊരു സ്പ്രിന്റ് ഓൾറെഡി ഇങ്ങനെയാണ് ഒരു ബഗും ടിക്കറ്റും ടാസ്കും ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മെയിൻ ആയിട്ട് സ്റ്റോറിയാണ് ക്രിയേറ്റ് ചെയ്ത് വരിക. ഇതിപ്പോ എക്സിസ്റ്റിംഗില് കുറെ ഉണ്ട്. ഡെലിവറി ചാർജ് ഇത് കുറെ മുന്നേ ചെയ്ത് വെച്ചേ തോന്നുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒക്കെ ഒന്നൊരു ഭാഗത്ത് വെക്കുന്നുണ്ട്. പകരം ഞാനൊരു പുതിയൊരു സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ക്രിയേറ്റീവ് ഇങ്ങനെ കൊടുത്താൽ മതി. ക്രിയേറ്റീവ് സ്പ്രിന്റ് എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ സ്പ്രിന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ബാക്ക്ലോഗിലല്ലേ കൊടുക്കേണ്ടത്? ഏത്? അതെ. ഇവിടെ കണ്ടില്ലേ? സ്പ്രിന്റിന്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞോ. സ്പ്രിന്റിന്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞോ. ബാക്ക്ലോഗ് സ്പ്രിന്റിന്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞോ. ഒരു പുതിയ സ്പ്രിന്റ് ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ എങ്ങനെ വരുന്നത്? അത് ജസ്റ്റ് ഒന്നുമില്ല. അത് നമ്മള് ക്രിയേറ്റ് സ്പ്രിന്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടില്ലേ ഇവിടെ? മീറ്റില് നോക്ക്, ഗൂഗിൾ മീറ്റ്. മറ്റേ വീഡിയോ ആണെങ്കിൽ ഓഫ് ചെയ്തോട്ടോ. ഈ ക്രിയേറ്റ് സ്പ്രിന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല. സ്പ്രിന്റ് 8 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ആ രീതിയിൽ തന്നെ മൂവ് ചെയ്താൽ മതി. ഓക്കെ. സ്പ്രിന്റിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിപ്പോ നമുക്ക് ഒരു ഏകദേശം ഒരു ക്വാർട്ടറിൽ ഒരു മേജർ ചേഞ്ചസ് തരിക എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ മാറ്റൊക്കെ ചെയ്യാം. ഈ ഡേറ്റിന്റെ ഉള്ളിൽ ഇത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
ഈ റെക്കോർഡ് അവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ അവിടെ അങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, നമ്മ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇത് ആ രീതിയിലൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത്രയും ടീമും കാര്യങ്ങളൊക്കെ അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നവർക്ക് അത് ആ കറക്റ്റ് ടൈമിൽ കീപ്പപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ കേസ് ആകുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്പ്രിന്റ് ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ തന്നെ എവിടെ എത്തിയിട്ടുണ്ടെന്ന് ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പൊ ആരൊക്കെ ഏതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്, സാലി എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് എത്ര വർക്ക് ചെയ്യാൻ ഈ മാസത്തിൽ എത്ര ഫ്രീ ഉണ്ട് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ സ്പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുക. അതിലിപ്പോ ഓൾറെഡി ഒരു സ്പ്രിന്റ് ഉണ്ട്. അതിപ്പോ ഞാൻ തൽക്കാലം മൂവ് ചെയ്യണം. അത് ഞാൻ ഇപ്പൊ തൽക്കാലം ഞാൻ ഒരു ഐഡിയ എന്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്രിന്റ് പഴയ സ്പ്രിന്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഹലോ, പഴയ സ്പ്രിന്റ് അതിലത്തെ കാര്യങ്ങളൊക്കെ ഇതിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ടാസ്ക് ഉണ്ടല്ലോ, ഇതാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈം എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ആഡ് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് ഈ ഒരു മാസത്തിലേക്ക് നമുക്ക് ഇത്ര കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ട് നമുക്ക് വേണ്ട സ്പ്രിന്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്ന സ്പ്രിന്റിന്റെ പേര് സ്പ്രിന്റ് 7 ആണ്. ഓക്കെ, അപ്പൊ ആ സ്പ്രിന്റ് 7ലേക്ക് മൂവ് ചെയ്യാം. മൂവ് കൂടെ കണ്ടില്ലേ, സ്പ്രിന്റ് 7 കൊടുക്കും. സ്പ്രിന്റിന്റെ പേര് കൊടുക്കുന്നത് നന്നായിരിക്കില്ല, ജനുവരി സ്പ്രിന്റ് അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. അവർക്ക് അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സ്പ്രിന്റ് നമ്പർ വരുമ്പോ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. എന്താന്ന് ചിലപ്പോ കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്പ്രിന്റ് ഇതിന്റെ ഗോൾ എന്താന്നല്ലോ ഇവിടെ മെൻഷൻ ചെയ്താൽ മതി. സ്പ്രിന്റ് 7 ജനുവരിയിലുള്ളതിന് എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഇവിടെ എഴുതിച്ചാൽ മതി. തൽക്കാലം ജനുവരി ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എന്താ അതിനനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആക്റ്റീവായിട്ട് കിടക്കും. ആക്റ്റീവ് സ്പ്രിന്റ് എന്നുള്ള രീതിയിൽ കിടക്കും. ഇതിപ്പോ സ്റ്റാർട്ട് ആയിട്ടില്ല, കാരണം അതില് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാണ്, ഇത് മൂവ് ചെയ്യാണ്, സ്പ്രിന്റ് 7ലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, ഇതിൽ നമുക്ക് മൂവ് ചെയ്തപ്പോൾ ഇവിടെ സ്റ്റാർട്ട് സ്പ്രിന്റ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ വരുത്താം. എന്നിട്ട് ഇവിടെ ഒന്നും കൂടെ സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, സപ്പോസ് ഞാൻ ഇപ്പൊ ഒരു 1 വീക്ക് എന്നുള്ള രീതിയിലാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഇപ്പൊ സ്പ്രിന്റ് സ്റ്റാർട്ടായി. ഇനി നമ്മൾക്ക് ഇതേപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പ്രിന്റിലേക്കാണ് എത്തുക. അതായത് പഴയ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഒരിടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്പ്രിന്റ് ആണ്. ഇതിപ്പോ നമ്മൾ ഡ്യൂ വെച്ചിട്ടുണ്ടാവും. ഈ ദിവസം കൊണ്ട് ഇത് തീർക്കാന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അതിൽ വന്നിട്ടുള്ള ടിക്കറ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ടിക്കറ്റ് ഇതാണ്. അപ്പോ അത് എന്താണ് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഏതൊക്കെ ഭാഗത്തോട്ട് വർക്ക് വരും എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ആഡ് ചെയ്യും. ചൈൽഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ബാക്ക് എൻഡ് സം വർക്ക്, അതുപോലെ തന്നെ യൂസ് ഡെലിവറി ആപ്പ് അല്ലേ, DA സം വർക്ക്. ചിലപ്പോൾ ആ ഒരു ബഗിന് പുറമെ വേറെയും കുറെ കാര്യങ്ങൾ വരുമായിരിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇതുപോലെ അതിന്റെ സബ് ടാസ്ക് ആയിട്ട് കുറച്ചെണ്ണം ആഡ് ചെയ്യും. അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇവിടെ പല രീതിയിൽ ഇതിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. ഇതിപ്പോ നമ്മുടെ മെയിൻ ടാസ്ക് മാത്രം കാണുന്ന രീതിയിലാണ് ഇത് ബൈ ഡിഫോൾട്ട് കാണിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, സബ് ടാസ്ക് എന്ന് ഓർത്ത് കഴിഞ്ഞാല് ഇത് കണ്ടില്ലേ, ഇതാണ് ആ മെയിൻ ടാസ്ക്. ഓക്കെ, അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇത്രയും കാര്യങ്ങള്. അപ്പൊ ഇതിൽ ചിലതൊക്കെ ഇൻ പ്രോഗ്രസ്സിലായിരിക്കും, ചിലത് ബ്ലോക്കഡായി കിടക്കുന്നുണ്ടാവും. ബ്ലോക്കഡായി കിടക്കുന്നത് ഫസ്റ്റ് കൊണ്ടിടാൻ കാരണം എന്താ വെച്ചാല് അത് പെട്ടെന്ന് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ബ്ലോക്കായി എന്നുള്ളത് അത് നിങ്ങൾ പെട്ടെന്ന്
സോൾവ് ചെയ്ത് തരണം. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കാരണവശാലൊക്കെ ആയിരിക്കും മിക്കവാറും ബ്ലോക്ക് ആവാൻ സാധ്യത. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടെന്ന് ഇത് സോൾവ് ചെയ്ത് തരിക. നമ്മൾ കമന്റ് ചെയ്തിട്ടുണ്ടാവും, അത് ഫിക്സ് ചെയ്യുക, എന്നിട്ട് അത് എന്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് റിസോൾവ് ചെയ്ത് തരിക. ഓക്കെ, അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു വിചാരിക്കുക. ഇന്റർവ്യൂ ഇതിപ്പോ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് മാത്രം നോക്കി, ഞങ്ങൾ എന്താണെന്നറിയോ, നല്ല ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് ഞാനും അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും സിസ്റ്റത്തിന്റെ മുന്നിൽ മാത്രം ഉണ്ടാവില്ല, എപ്പോഴും നോക്കുന്ന ഒരു കേസ് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ചെറിയ ഒരു കേസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജെറിയിൽ അപ്ഡേഷൻ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ കിട്ടിയാൽ മതി. കാരണം പക്കങ്ങളൊരു IT ടീം തമ്മിൽ മൂവ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയൂല. കാരണം ഇപ്പൊ സാലിം ജാസറും തമ്മിൽ ജെറിയില് കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്. കാരണം നിങ്ങളത് എപ്പോഴും ആ ടൈപ്പിൽ നിങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലായിട്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മൾ വിളിക്കുമ്പോൾ ഓരോ ഫ്രാഞ്ചൈസിന്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അല്ല അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി സ്പ്രിന്റ് പ്ലാനിങ്ങിൽ ഇവരെ ഫസ്റ്റ് ഉൾക്കൊള്ളിക്കുക, എന്നിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓൺ ഗോയിങ്ങിൽ ചിലപ്പം പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാലേ, നമ്മളൊരു ഡിസ്കഷന്റെ ഇടയിൽ ഡീവേറ്റ് ചെയ്ത് പോകാൻ വല്ലാണ്ട് ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഒക്കെ വന്ന സമയത്ത് ഇപ്പൊ അജ്മലും ഞാനും ഒക്കെ വർക്ക് ചെയ്ത സമയത്ത് ഒരേ കാര്യം ഞാൻ 3-4 തവണ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. അല്ല, ഇവിടെ വർക്കിങ്ങിന്റെ കേസിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേര് വരുന്നുള്ളൂ. പിന്നെപ്പോ എന്താ പറയാ, ഇതിന്റെ വർക്ക് പറഞ്ഞു തരുന്ന ആളുകളാണ് ഞാനും അതിലും. അത് മാനേജ് ചെയ്യുന്നത് സാലിയാണ്, ജാസറുമാണ്. ഓക്കെ, അപ്പോ മറ്റേത് ഇങ്ങനെ തന്നെ പോവാ. കാരണം ഇതിപ്പോ നമുക്ക് ഈ പ്രശ്നം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു ഒരു ഫ്ലോയില്, അപ്പൊ നിങ്ങളത് സ്പ്രിന്റില് നമുക്ക് ജെറിയില് നമുക്ക് ടിക്കറ്റ് റൈസ് ചെയ്ത് നിങ്ങൾ വെച്ചു, നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുക. അങ്ങനെ ആ ഒരു ചാറ്റ് തമ്മില് അങ്ങനെയല്ല. ഓക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സെയിം സംഭവം എന്ത് ചെയ്യുന്നുണ്ടാവും, വാട്സാപ്പിൽ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ വാട്സാപ്പിൽ ആ ഓൺ ടൈമിൽ തന്നെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അത് എടുത്തിട്ട് ബാക്കി പ്രൊസീഡ് ചെയ്യാം. അതിലൊന്ന് ഷെയർ ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഒക്കെ അതിലുണ്ടാവും. ഇതിൽ കയറി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതില് ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. അതായത് നമ്മള് വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ മിക്സപ്പ് ചെയ്തിട്ട് ചിലപ്പോ എനിക്ക് മനസ്സിലായി ഇത്. കാരണം ഇത് ഇതിന്റെ ഒരു ഫ്ലോ കറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അത്രയും പക്കയായിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, വാച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഫ്ലോ പോയത്, എന്തൊക്കെ ടൈമിലാണ് ഡിലേ വരുന്നത് എന്നുള്ള ഒരു ഹിസ്റ്ററി ഇവിടെ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം. പിന്നെ നമുക്ക് എന്തുകൊണ്ടാ ബഗ് അന്ന് അവിടെ നിർത്തി വെച്ചു എന്നുള്ളത് നമ്മള് അതിന് പകരം നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. പിന്നെ ഒരു കാരണം കൊണ്ടാണ് ഇതിവിടെ ബ്ലോക്ക് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പൊ സാമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ലൈവ് വർക്കൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോ നമുക്ക് ഓരോന്നിന്റെയും ട്രാക്ക് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനാണ് ഇങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അത് ട്രാക്ക് ആകുമ്പോ തന്നെ അത് 2-3 മാസം എടുക്കരുത്. ചിലപ്പോ ഇവർക്കൊക്കെ അത് കിട്ടുമ്പോ തന്നെ കണക്ഷൻ നോക്കാം. ഞാൻ എന്തായാലും അതിലാണ് ഹാൻഡിൽ ചെയ്യുക. ഞാൻ ഈ വീഡിയോ എന്താണെങ്കിലും നമുക്ക് ആദ്യം ഷെയർ ചെയ്തിട്ട് നാളെ തന്നെ അവന് വയനാട് പോയതായിരുന്നു. അപ്പൊ ആ റിസോർട്ടിൽ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. വൈഫൈ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോ ഏതായാലും ഫസ്റ്റ് ഹണിമൂണൊക്കെ അല്ലേ, നമ്മൾ ശല്യപ്പെടുത്താൻ പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞല്ലേ, നിക്കാതെ കഴിഞ്ഞു അതിന്റെ. കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഇത് ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ പറഞ്ഞുതരിക എന്നുള്ളൊരു ഇതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലെല്ലാം നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അജ്മലിനെ അറിയണ്ടാവുമല്ലോ ജിയറ, അപ്പൊ അജ്മലിനോട് ചോദിച്ചോളൂ നമ്മള്. അതെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ ചെയ്യേണ്ട വർക്കുകള് ഇപ്പൊ നിങ്ങൾക്ക് സെറ്റ് ആണോ? അതില് ഗ്രൂപ്പില് പറഞ്ഞ കാര്യങ്ങളാണ്. എനിക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ്ട്. അതാണ് നമ്മൾ ആ സമയത്ത് വല്ലാണ്ട് ഇതിലേക്ക് എൻഗേജ് ചെയ്യായിരുന്നത്.
കാരണം നമുക്ക് ഇതിന്മേ ഇരിക്കുമ്പോഴേ നോക്കിയിട്ടേ കാര്യമുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ അതെന്തായാലും കേട്ടിട്ട് ഞാൻ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അതിന് തൽക്കാലം സ്റ്റോറി ഞാൻ ക്രിയേറ്റ് ചെയ്തിടാം. അതേപോലെ തന്നെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ടൈം മുതൽ പിന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ, അതൊന്ന് റെക്കോർഡ് ചെയ്തോണ്ട് കേട്ടോ, ചെയ്യുന്ന ഫ്ലോ ഒറിജിനൽ ഡാറ്റ വെച്ചിട്ട് ചെയ്യുന്ന ഫ്ലോ. ഒറിജിനൽ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ ജിറിയിൽ ആഡ് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കേസ് ആട്ടില്ല. അപ്പൊ അതിൽ പറഞ്ഞ വർക്ക് അതെങ്ങനെയാണ് ഞങ്ങളെ സൈഡിൽ നിന്ന് സ്പ്രിന്റ് ജിറിയിൽ ആഡ് ചെയ്യേണ്ടത് എന്ന് തന്നെ ഒരു അത് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ നെക്സ്റ്റ് ടൈം. ഓക്കെ, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്താൽ മതി അത് ചെയ്യുമ്പോ, കാരണം ലെങ്തി വീഡിയോ ആകുമ്പോ പിന്നെ ശ്രദ്ധിക്കൂല. അങ്ങനെ ചെയ്യാ. ഇതില് പിന്നെ നിങ്ങൾക്ക് ആവശ്യം വരിക ഇത് ട്രാക്ക് ചെയ്യാന്നുള്ളൊരു കേസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു വർക്കില് ഒരു 1 hour ലോഗ് ചെയ്ത് വിചാരിക്കുക. ഇതില് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ജിറോ മൊത്തത്തിലൊന്ന് കോൺഫിഗർ ചെയ്യാനുണ്ട്. കുറച്ച് ആഡ് ഓൺ ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാനുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇതില് ടൈം മനസ്സിലായി. നിങ്ങൾ ചെയ്യുന്ന വർക്ക് എത്ര ഹവേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അതെ അതെ. അപ്പൊ അത് നിങ്ങക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. ഇതെന്താണ് ഇവിടെ എന്തുകൊണ്ട് എത്ര വർക്ക് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് അജ്മൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യട്ടെ, നമ്മളെ ഫ്ലോയില് കാര്യങ്ങൾ പോകുമ്പോ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോകട്ടെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മ്യൂച്വലി നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ വെച്ചതായിരുന്നു. ഇതിപ്പോ ഒരു സാമ്പിൾ ആണ്, കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. നിങ്ങളുടെ ഇതിൽ കോൺഫിഗർ ചെയ്തിട്ടില്ല, അതാ അപ്പൊ മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇതിപ്പോ ഒരു വർക്കിന്റെ ജിറന്റെ അവസ്ഥയാണിത്. ഓക്കെ, ഇതിൽ കുറെ കാര്യങ്ങള് ടു ഡൂലുണ്ട്, സെലക്ടിൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ സ്റ്റോറി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അൾട്ടറിലൊക്കെ ടാസ്ക് കുറെ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എത്രത്തോളം ചെയ്ത് എത്തിയിട്ടുണ്ട്, എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. കാരണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേല് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു വീഡിയോ പോലെ പ്രിപ്പയർ ചെയ്ത് തരാം. ഇതിപ്പോ കണ്ടില്ലേ, ഇതിപ്പോ അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഓരോരുത്തര് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ലാസ്റ്റ് 7 ദിവസമായിട്ട് ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്കിപ്പോ ജിറ കൊണ്ട് നമുക്ക് മെയിനായിട്ട് യൂസ് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ജിറ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന ടൈമില് നിങ്ങൾ മാനുവലി എൻ്റർ ചെയ്യാ നിങ്ങൾ വർക്കിലോട്ട് കടന്നു എന്നുള്ളത്? അതോ ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾ ആ ടൈം കഴിയുമ്പോൾ നിങ്ങൾ മാനുവലി അവിടെ നോട്ട് ചെയ്യും എത്ര ടൈം കൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളത്? നമ്മൾ ഡെയിലി ഇപ്പൊ എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, എപ്പോ മുതൽ എത്ര മണി വരെ. അതില് ടൈം മേ ബി അക്യുറേറ്റ് ആവൂല. അതായത് ഞാനിപ്പോ ഇന്ന് 9 മണി മുതൽ ഒരു 12 മണി വരെ ഇരുന്നു വിചാരിക്കാം. അത് ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഡേറ്റില് 3 മണിക്കൂർ ഇരുന്നു എന്നായിരിക്കും എഴുതിണ്ടാവുക. ഓക്കെ, മറ്റേത് എന്താ വെച്ചാല് ഞാനിപ്പോ നാളെയാണ് ഇന്നത്തെ ഡേറ്റ് ലോഗ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യണതിന് തൊട്ട് 3 മണിക്കൂർ ബാക്കിലേക്കായിരിക്കും അതിന്റെ ടൈം വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡേറ്റ് മാത്രമായിരിക്കും കറക്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. കാരണം അറിയാലോ, ഇടയ്ക്കൊക്കെ 3 മണി 4 മണിയൊക്കെ ആവും നമ്മള് ചില വർക്ക് ക്ലോസ് ചെയ്യുമ്പോ. പിന്നെ അപ്ഡേറ്റ് ചെയ്യാതെ നിൽക്കൂല. പിന്നെ നമ്മള് ലാസ്റ്റ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് എപ്പോ ഇരുന്നു എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും നമുക്ക്. അത് വെച്ചിട്ട് ആ ഹവേഴ്സ് ആണ് ഇതിൽ ആഡ് ചെയ്യല്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യും. അത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പൊ അത് ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല. മേ ബി എനിക്ക് അഡ്മിൻ ആക്സസ് വേണ്ടി വരും. എന്ത് ആക്സസ് അറിയില്ല, ഞാൻ നോക്കിയിട്ട് വേണം. എന്നാൽ അജ്മല് സെറ്റ് ചെയ്ത് തന്നതാണിത്. ഓക്കെ, അപ്പോ ഇത് ജിറ ഒന്ന് കോൺഫിഗർ ചെയ്യാനുണ്ടാവും. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള വർക്ക് അത് ഇനീഷ്യൽ ടൈം ആയതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തോളാം. പിന്നെ നമ്മുടെ പേയ്മെന്റിന്റെ കേസ്
ഇപ്പൊ എനിക്കും സാലിക്കും അത് സെപ്പറേറ്റ് ഇട്ടെന്നാ മതി. ഓക്കെ, അപ്പോ സാലിയും ഞാനും ഒരു അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും, അതിലേക്ക് മൂവ് ചെയ്താൽ മതി. ഇൻ കേസ് ഞങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഇതിലേക്ക് ഇടണ്ട വേറെ ഇട്ടാൽ മതി എന്ന് നിങ്ങളെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ അതിലേക്ക് മൂവ് ചെയ്താൽ മതി. പിന്നെ പേയ്മെന്റ് ശരിക്ക് എല്ലാ മന്തും സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 1-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 31-ാം തീയതി മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു രീതിയിൽ പോവാ. ഓക്കെ, ഇനിയിപ്പോ വരുന്ന പേയ്മെന്റ് 5-ാം തീയതിന്റെ ഉള്ളിൽ എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 5 അങ്ങനെ പറഞ്ഞോ? ഒരു കറക്റ്റ് ഡേറ്റിന്റെ ഉള്ളില്, കാരണം നമുക്ക് എന്താ വെച്ചാ പ്രതീക്ഷിച്ച് നിക്കാലോ. ആ ടൈം ആകുമ്പോ ഇപ്പൊ ഞാൻ 5-10 ആക്കണെങ്കിലും കുഴപ്പമില്ല, മാക്സിമം ഞങ്ങളിവിടെ അല്ല നമ്മളിവിടെ മന്ത്ലി അക്കൗണ്ട്സ് ഒക്കെ കഴിയാം. അത് പിന്നെ എന്തായാലും ഫിക്സ്ഡ് എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, എന്താണെങ്കിലും ചെയ്യണം. ഓക്കെ, അത് സെറ്റ് ചെയ്യാം എന്താണെങ്കിലും. ഓക്കെ, അപ്പൊ ഈ മാസത്തെ ഡ്യൂ ഇനി ക്ലിയർ ചെയ്യാനുണ്ടാവും, ഞങ്ങൾ അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾ ആ ഡോക്കിൽ ആഡ് ചെയ്തിടാം. അതല്ല, ഇനിയിപ്പോ ഈ മാസം എൻഡിങ്ങിലല്ലേ അങ്ങനെയല്ലേ പോകുന്നത്? അല്ല, അഡ്വാൻസ്ഡ് ആയിട്ടാണോ പ്ലാൻ ചെയ്യുന്നത്? അതില് പറഞ്ഞത് ഇനിയിപ്പോ ഫസ്റ്റ് പേയ്മെന്റ് ഉണ്ടാവുക ഇനിയിപ്പോ ഈ ലാസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെയാണെങ്കിൽ എന്ന് ഞാൻ അതിനോടൊന്ന് സംസാരിക്കട്ടെ. പ്രത്യേകം പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. ഓക്കെ, അതല്ല, അത് നമ്മൾ ചിന്തിച്ചത് നമ്മളെ മീൻ ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ചതാവും, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിരുന്നു എന്ന് പറയാം. പിന്നെ നമ്മുടെ നോർമൽ വർക്ക്, ബാക്കി പുറമേയുള്ള വർക്കിന്റെ റേറ്റ് ഇതാവൂല. അപ്പൊ അത് ജസ്റ്റ് മെയിൽ അയക്കും, എല്ലാ ക്ലയന്റിനും മെയിൽ അയക്കാറുണ്ട്. ഓക്കെ, അപ്പൊ പറ്റുകയാണെങ്കിൽ ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, ഒരു 5-ന്റെ 10-ന്റെ ഒക്കെ ആകുമ്പോ സെറ്റ് ചെയ്ത് തന്നാൽ മതി. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട? ഇല്ല, ഇനിയിപ്പോ വർക്കിന്റെ ഫ്ലോ നമ്മൾ നോക്കും, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് അസൈൻ ചെയ്തിട്ട് നമുക്ക് ഡെലിവറി ആപ്പും റെസ്റ്റോറന്റ് ആപ്പും അത്രയും അർജന്റ് ആയിട്ടുണ്ട്. അതിന്റെ കാരണം നമുക്ക് ഫ്രാഞ്ചൈസിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല പ്രഷർ ഉണ്ട്, അത് ക്ലിയർ അല്ലാത്തതുകൊണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യണം പെട്ടെന്ന്, അതാണ് നമ്മളെ ആവശ്യം. ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞെടുത്തോളം ഇതുവരെ ഗ്രൂപ്പിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അറിയാലോ അപ്പൊ എന്റെ റോൾ എന്തായിരിക്കും, സാറിന്റെ റോൾ എന്തായിരിക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലോ. സൈഡൊക്കെ കംപ്ലീറ്റ്ലി സാലിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എന്റെ റോൾ വരിക ബാക്ക് എൻഡ് സെർവർ സൈഡ്, പിന്നെ ഈ മാനേജ്മെന്റ് ഇതിലൊരു പോർഷൻ കൂടെ ഉണ്ടാവും. ഇപ്പൊ ഈ ഡെലിവറി ആപ്പ് റെസ്റ്റോറന്റ് ആപ്പ് ഒക്കെ വരുമ്പോ ബാക്ക് എൻഡിൽ നമുക്ക് വർക്ക് വരുന്നുണ്ടോ? എന്തൊക്കെയാണ് വരുന്നത്? ബാക്ക് എൻഡില് ആപ്പിന്റെ ലേഔട്ട്, ഡിസൈന്, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് ആപ്പിലേക്ക് ബാക്ക് എൻഡിലേക്ക് വർക്ക് വരില്ല. ഫങ്ഷണാലിറ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാക്ക് എൻഡിലേക്ക് വർക്ക് വരും. പിന്നെ അതുപോലെ തന്നെ ചില ബഗ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് മേ ബി ബാക്ക് എൻഡിലേക്ക് വർക്ക് വരും. അത് സാലി പറയുമ്പോ അവൻ പറയാണ് ഇങ്ങനെ ഒരു ബഗ് ഉണ്ട് പറയുമ്പോ ഞാൻ എടുത്ത് പറയാം ഇതിലൊരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇന്ന അസൈൻ ചെയ്തിടുന്ന പറയാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, നമ്മള് ആ ഒരു ഏരിയ എന്റെ സൈഡ് ആണെങ്കിൽ ഞാൻ ആ സൈഡ് നോക്കും, അവിടെ എന്താണ് ഇഷ്യൂ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഓക്കെ. അപ്പൊ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ സൈഡും. ഇപ്പൊ നിങ്ങളിപ്പോ കൊറേ ഇഷ്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ട്രാക്ക് കിട്ടൂല. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതില് പറയുന്ന സമയത്ത് ഇതിൽ ആഡ് ചെയ്തിട്ട് പിന്നെ ഡിസ്കഷൻ പോവുകയാണെങ്കിൽ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡാറ്റ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ട്രാക്ക് കിട്ടും. ലാസ്റ്റ് ഒരു വർക്ക് ഉണ്ടായില്ലേ നമ്മുടെ ആപ്പിന്റെ സൈഡ് എന്തോ ഒരു ഇഷ്യൂ പോലെ, ഡെലിവറി ചാർജ് ഒന്നും നോട്ട് ആവണില്ല, അങ്ങനെ ഒരു വർക്ക് ഉണ്ടായില്ല. നമുക്ക് ഫിക്സ് ഇടാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അത് നമുക്ക് വല്ലാണ്ട് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്രാക്ക് കീപ്പ് ചെയ്യാന്നുള്ള ഒരു രീതിയിൽ ഇപ്പോ ജിറയിലാണെങ്കിൽ നമുക്ക് അതിന്റെ ട്രാക്ക് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് ഒരു സമയത്ത് വരുമ്പോ ഓർമ്മണ്ടാവില്ല, വീണ്ടും നമുക്ക് അത്രയും ടൈം ആകുമ്പോ പോകേണ്ടി വരും. ഇതിൽ വർക്ക്ഔട്ട് ചെയ്ത കാര്യങ്ങളൊന്നും വീണ്ടും വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു ഇഷ്യൂ ഒരു കണ്ടെത്തിയ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ മീറ്റിംഗ് ഒക്കെ വളരെ ചെറുതാക്കാൻ ശ്രമിക്കുക.
ഓക്കെ ഓക്കെ അതെ എന്താ അതെ വെച്ചാല് നമ്മളത് ഒക്കെ ഹവേഴ്സിൽ കൂട്ടുന്നുണ്ടാവും. ഓക്കെ ഓക്കെ ഫൈൻ. നമുക്കത് ടൈം ഷെഡ്യൂൾ ചെയ്തോ പ്രൊഫൈൽസ് എങ്ങനെ ടൈം മീറ്റിങ്ങിനൊരു ടൈം എന്തെങ്കിലും ഫിക്സ്ഡ് ഇത് മീറ്റിംഗ് വേണോ സ്റ്റാൻഡപ്പ് വേണ്ടല്ലോ അതൊന്നും വേണ്ട. വീട്ടില് വീട്ടില് ഇല്ലല്ല റിവ്യൂ ഇല്ലല്ല വേണ്ടല്ലോ അത് സ്റ്റാൻഡപ്പും കാര്യങ്ങളൊന്നും വേണ്ട. അതിനൊക്കെ പകരം ജസ്റ്റ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ മീറ്റിംഗ് മെയിൻലി വരിക നിങ്ങൾക്ക് ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് മീറ്റിംഗ് ഇടാം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തായാലും ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതെ ആ രീതിയിൽ മീറ്റിംഗ് ഇടുക. അപ്പൊ നമ്മൾ ആ രീതിയിൽ അങ്ങനെ മൂവ് ചെയ്യാം. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരിക്കും ചിലപ്പോ. ഓക്കെ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോംപ്ലിമെന്റ് ആയിട്ട് മന്ത്ലി എവിടെയെങ്കിലും കൂടുന്ന രീതിയിൽ ആ രീതിയിൽ വേണമെങ്കിൽ നോക്കാം. ഓക്കെ ആയിക്കോട്ടെ. എപ്പോഴും ഇങ്ങനെ മീറ്റിംഗ് അല്ലാണ്ട് നമുക്ക് ക്വാർട്ടർലി ഒരു തവണ അല്ലെങ്കിൽ മന്ത്ലി ഒരു തവണയൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് മീറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് കൂടാം. ഓക്കെ 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 നമുക്ക് എന്നാലും അങ്ങനെ ചെയ്യാം. ആ ഓക്കെ 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 എന്നാ വൈൻഡപ്പ് ചെയ്യല്ലേ. ആ ഓക്കെ 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 ശരി. ആ സാലൊന്ന് സ്റ്റേ ചെയ്യൂട്ടോ. ഇത് കേട്ടോ. ആ പക്ഷെ ലീവ് ചെയ്തോ. ഓക്കെ